ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വീണ്ടും എൻ്റെ സൂപ്പർ മാർക്കറ്റിലോട്ടാണ് ഇട്ടിരിക്കുന്നത്, ഇവാൻ മാർട്ടിൻ മാർട്ട്. അപ്പോൾ എൻ്റെ കടയിൽ ഇപ്പോൾ അടച്ചിട്ടാണുള്ളത്. ഒരാളിവിടെ ഇപ്പം നിൽപ്പുണ്ട്. ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ഇനിയിപ്പോൾ ഞാൻ കട തുറക്കാൻ പോവുകയാണ്. അപ്പോൾ കട തുറന്നു. സാധനങ്ങളെല്ലാം വളരെ വളരെ കുറവാണ്. എണ്ണയുണ്ട്, എണ്ണ എടുത്ത് വയ്ക്കാം. അതിനടുത്ത് വയ്ക്കാൻ സ്ഥലമില്ല. ഇനിയിപ്പോൾ എന്നെ ചെയ്യും? പാസ്ത പൻസാത്തി X4 പാക്ക് ബയോ X4. ഇതൊക്കെ എന്നാത്തിനാണോ എന്തോ കളയട്ടെ. ആഡ് ചീസ്, ഇത് പിന്നെ പൻസാത്തി പൻസാത്തി ഓർഡർ കംപ്ലീറ്റ്. ഓർഡർ പ്രോഡക്ട്സ് ചെക്കൗട്ട് സക്സസ്. 35 നിൽക്ക്. ഓപ്പൺ. ഓക്കെ, ചീസ് ആണ് അല്ലേ? ചീസ് എത്ര വേണ്ടേ? 6 അല്ലേ? ഓക്കെ. വിളിച്ച ചീസ് ഇവിടെ കൊണ്ടുവന്ന് കുറേ കാർഡ്ബോർഡ് ബോക്സ് കൊണ്ട് ഇടുകയും ചെയ്യാം. അതെന്നെ എടുത്ത് വേസ്റ്റ് ബില്ലിടുക. എന്ത് സാധനം? മുട്ട എത്ര എണ്ണം വേണ്ടേ? ഈ ചേച്ചിക്ക് എന്താ ഇല്ലാത്തെ? ഡെലിവർ പാക്കേജ് റിസീവ്ഡ്. പൻസാത്തി ഇത് എത്ര വേണ്ടേ? 5 എണ്ണം. ഓക്കെ. അപ്പം നമ്മുടെ ലെവൽ 6 ഇതാ കഴിഞ്ഞിരിക്കുന്നു. അപ്പം നമുക്കിവിടെ കുറേ സാധനങ്ങൾ ഇനിയിപ്പോൾ വാങ്ങിക്കാൻ പറ്റും. 300 രൂപ എനിക്ക് കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ 30 ഇതുമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. പിന്നെ നമുക്ക് ഡിഷ് വാഷർ, ടേബിൾ ക്ലീൻ ഡിഷ്, പിന്നെ ക്ലീനർ, ബ്ലീച്ച്, ഷാംപൂ, ടോയ്ലറ്റ് പേപ്പർ, ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം വാങ്ങിക്കാനുള്ള പ്രൊഡക്റ്റ് ലൈസൻസ് 5 നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ വേഗം തന്നെ നമുക്ക് 300 രൂപ കിട്ടിയിട്ട് 716 രൂപയായി. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഞാൻ ഒരു പുതിയൊരു ഷെൽഫ് വാങ്ങിക്കാൻ പോവുകയാണ്. ഒരു സാധനം പോലും വെക്കാൻ വേണ്ടി ഇവിടെ ഷെൽഫില്ല കേട്ടോ ഗൈസ്. ഭയങ്കര ദുരാവസ്ഥയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അതുകൊണ്ട് നമ്മളിപ്പോൾ ഒരു ഷെൽഫ് വാങ്ങിക്കാൻ വേണ്ടി പോവാണ്. 716 രൂപയായി. ഇതെന്താണ് സാധനം? എന്താണെങ്കിലും കൊള്ളാം. ഇവിടെ സൈഡിൽ നിലത്ത് കിടക്കുന്നു. ഇനി ഇതിനകത്തുനിന്ന് എനിക്ക് ഫർണിച്ചേഴ്സ് 390 രൂപയെ വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഫ്രീസർ വേണമെങ്കിൽ ഒരെണ്ണം വാങ്ങിക്കാം. പക്ഷെ നമ്മുടെ അടുത്ത് പ്രോഡക്റ്റ്സ് ഇല്ലല്ലോ ഫ്രീസറിൻ്റെ. ഫ്രീസറിൻ്റെ ഒരു സാധനം നമ്മുടെ അടുത്ത് ഇപ്പോൾ ഇല്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇപ്പോൾ ആവശ്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു കാര്യം ചെയ്യാം. അപ്പം ഞാൻ ഫർണിച്ചറിന്
അല്ലെങ്കിൽ വേണ്ട, നമുക്ക് സ്റ്റോറേജ് ആക്കാം, അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. പ്രൊഡക്റ്റ് 3, 4, 5 ഇതെല്ലാം നമുക്ക് പർച്ചേസ് ചെയ്യാനുണ്ട്. ഓക്കേ, ഇപ്പോൾ കുറച്ചുകൂടി പൈസ ആവട്ടെ. ഗ്രോത്ത് ലെവൽ 2, ലെവൽ 3, സെക്ഷൻ 1 കഴിയണം കേട്ടോ. എന്നാലും നമുക്ക് ഒരു സെക്ഷൻ വാങ്ങിച്ച് കഴിഞ്ഞാലേ നമുക്ക് അടുത്ത സെക്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാ ഒന്നുകൂടെ സെക്ഷൻ ഇങ്ങനെ ആക്കുന്നതിനായിട്ട് നമുക്ക് 1000 രൂപയാണ് വരുന്നത്. സ്റ്റോറേജും അതേപോലെ തന്നെയാണ്. നമുക്ക് സ്റ്റോറേജും തുറക്കാനൊക്കെ ആയിട്ട് സ്റ്റോറേജ് 8000 തുറന്നാലേ ബാക്കിയുള്ള പണികളെല്ലാം പറ്റുള്ളൂ. സർവീസസ് ഇനിയുള്ള ഗാർബേജ് കളക്ഷനാണ്. പിന്നെ ഇപ്പോൾ ലൈസൻസ് ഇവിടെ നമുക്ക് ഈ പ്രാവശ്യം നമുക്ക് ഈ ലൈസൻസിൽ നമുക്ക് പുസ്തകങ്ങളെല്ലാം വാങ്ങിക്കാൻ പറ്റും കേട്ടോ. അതൊരു പുതിയ ഇതാണ്. പുസ്തകങ്ങളുണ്ട്, പിന്നെ അങ്ങനെ വേറെ കുറേ എണ്ണകളും അങ്ങനെ വേറെയും കുറേ സാധനങ്ങളുണ്ട് കേട്ടോ ഈ പ്രാവശ്യത്തെ. ഇതിൻ്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ അപ്ഡേറ്റിൽ അങ്ങനെ അധികം സാധനങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ നമുക്കിനി ഇപ്പോൾ തിരിച്ച് നമ്മുടെ കടയിലേക്ക് തിരിച്ചു പോകാം. ഒന്നും നടക്കുന്നില്ല. ഡേ സമ്മറി നോക്കട്ടെ. ഒന്നുമില്ല. നമ്മുടെ അടുത്തിപ്പോൾ ടാക്സ് 60 രൂപ കട്ടായിട്ട്. പിന്നെ ടോട്ടൽ സ്പെൻഡിങ് വരുന്നത് നമ്മൾ 94 രൂപ വരുന്നുണ്ട്. ഇന്നലത്തെ ബാലൻസ് വന്നത് 389 രൂപ .18 ആയിരുന്നു. ഇപ്പം നമുക്ക് ഫുള്ള് ടോട്ടൽ റവന്യൂസ് കിട്ടിയേക്കുന്നത് 600.52. പിന്നെ അതേഴ്സായിട്ട് നമുക്ക് വേറെ ഒന്നും കിട്ടിയിട്ടില്ല. ഇപ്പം നമ്മുടെ കയ്യിൽ ബാലൻസ് ഉള്ള 832 രൂപയാണ്. അത് നമുക്ക് രാവിലത്തേക്ക് ആക്കിയിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പം അങ്ങനെ ഇപ്പോൾ രാവിലെ ആയി. ഇനിയിപ്പോൾ നമുക്ക് കടയിലേക്ക് വീണ്ടും പോകാം. എന്താണോ ഇനിയിപ്പോൾ വേണ്ടേ? ഷുഗർ ഡയറി അതെൻ്റെ അടുത്തുണ്ട് തോന്നുന്നു. എത്ര എണ്ണം വേണമായിരുന്നു? ഒരെണ്ണം മതി. ഡയറൻ ഷുഗർ ഡെലിവറി. ഈ പീവീസ് ബട്ടർ 13 എണ്ണം വേണം. പീബീസ് ബട്ടറാണ് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് അടുത്തത് വാങ്ങിക്കാനുള്ളത്. ഷെൽഫാണ് ഇപ്പോൾ എനിക്ക് തൽക്കാലത്തേക്ക് ആവശ്യമുള്ളത്. ഇതെന്താണ്? ഒലീവ് ഓയിൽ അല്ല, പീബീസ് ബട്ടർ. ഇപ്പം 16 എണ്ണം വേണ്ടത്, 13 എണ്ണമാണ് വേണ്ടതല്ലേ? ഒന്നും കൂടി വേണം. ഞാനെന്താ ഒന്നും എടുക്കാത്ത ഫുഡ്. ഇനിയും കുറേ സാധനങ്ങൾ ആവശ്യമായിട്ടുണ്ട്. ഇപ്പം ലെവൽ 5 എല്ലാം കഴിഞ്ഞിട്ട് ഓക്കെ. അപ്പോൾ നമുക്ക് ഈ സാധനം കിട്ടാൻ പോവാണ്. ലെവൽ 5 കഴിഞ്ഞു. യെസ്, നമുക്ക് സാധനം കിട്ടി. ഇതെടുക്കാം നമുക്ക്. Please. Not enough money to work. ഒരു 80 രൂപ മണി ഇട്ടിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് പൈസ ഇട്ടിട്ടുണ്ട്. വിഡ്രോ 7. ഇതിനകത്ത് അറ്റ്ലീസ്റ്റ് 8 രൂപയെങ്കിലും നമ്മൾ ഡെപ്പോസിറ്റ് ഇടണം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനകത്ത് ഒരു 20 രൂപയും കൂടി ഇടാൻ പോവുകയാണ്. ഇപ്പോൾ 93 രൂപയുണ്ട് ഇതിനകത്ത്.
അപ്പോൾ അല്ല, ഞാനൊരു കാര്യം മനസ്സിലാവത്തെ, ഇതിങ്ങനെ ഇട്ടാൽ ഇതിൻ്റെ പ്രയോജനം എന്താണ്? സെറ്റ് പ്രൈസ് അല്ലല്ലല്ല. കൊള്ളാലോ. 10.80. പറഞ്ഞു പോയാ അവിടെ ഇയാളെപ്പോൾ വന്നു? സ്ലൈസ്ഡ് ബ്രെഡ് റോൺസ്. നമുക്ക് സ്ലൈസ്ഡ് ബ്രെഡ് എടുക്കണം. ആട്ടെ, എൻ്റെ സാധനങ്ങളെല്ലാം തീർന്നു. സ്ലൈസ്ഡ് ബ്രെഡ് എൻ്റെ അടുത്തുണ്ടോ എന്തോ നോക്കട്ടെ. ഇല്ല. ഡേ സമ്മറി നോക്കട്ടെ. കണ്ടിന്യൂ. വെച്ചിട്ട് അവിടെ ഇപ്പോഴും നിൽപ്പുണ്ട്. ബ്രെഡ്. ഓക്കെ, അപ്പം നമ്മുടെ സാധനം ഇപ്പോൾ വരാനായി എത്തി. എത്ര എണ്ണം വേണമായിരുന്നു? 15 എണ്ണം. ഇപ്പോൾ മനസ്സിലായി, ഇതിനകത്തുനിന്ന് നമുക്ക് ആവശ്യമുള്ള സമയത്ത് പൈസ എടുക്കാം. ഇന്നത്തെ ആൾക്കാർ ഗെയിം കളിക്കാൻ വേണ്ടി പൈസ ഇടും, എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഇതിനകത്ത് പൈസ ഇടാം. ഇപ്പം മനസ്സിലായി പണി. ഡെലിവറി. ഇപ്പോൾ നമ്മുടെ അടുത്ത് അപ്പോൾ ഒരു സാധനവും ഇല്ല. ഇനിയിപ്പോൾ 997 ഇതിനകത്തുനിന്ന് നമുക്ക് ആവശ്യമുള്ള സമയത്ത് പൈസ എടുക്കാനൊക്കെ കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഒരു 4 രൂപയും കൂടി ഇടാൻ പോവുകയാണ്. ഡിപ്പോസിറ്റ് 4 രൂപ, 4.34. ഇനിയിപ്പോൾ ഞാൻ പോയിട്ട് സ്റ്റോറേജ് സ്ഥലം തുറക്കാൻ പോവുകയാണ്. മാനേജ് സ്റ്റോറേജ് section open. Customers sometimes throw trash in your store. You can pick up them or buy the cleaning kit to clean the store. Okay. അപ്പോൾ എൻ്റെ സ്റ്റോറേജ് സ്ഥലം ഞാൻ തുടങ്ങിയിട്ടുണ്ട്. യെസ്, ഇതാണ് എൻ്റെ സ്റ്റോറേജ് വരുന്നത്. എൻ്റെ കട ഇപ്പോൾ ക്ലീൻ ആവുന്നില്ല. എനിക്കൊരു 200 രൂപ വേണം കേട്ടോ. എന്നാലും ഇവിടുത്തെ എനിക്ക് റാക്ക് വാങ്ങിക്കാനുണ്ട്. ഈ മനുഷ്യർക്കൊന്നും ഒരു ബോധമില്ലാത്തവങ്ങളാണെന്ന് തോന്നുന്നത്. കൊണ്ട് സാധനങ്ങളില്ല, എവിടേക്കാണ് കൊണ്ട് ഇടുന്നത്? എന്തൊരു മനുഷ്യരാണ് ഇത്, ഒരു നാണമില്ലാത്തവങ്ങൾ. ഇതിനകത്ത് 200 രൂപ ഉണ്ട്, എടുത്താലോ? ഇപ്പോൾ 200 രൂപയുണ്ട് എൻ്റെ കയ്യിൽ. ഇതിനകത്തുനിന്ന് പോയി സാധനം വാങ്ങിക്കാലോ. ഫർണിച്ചർ, ഫ്രീസർ, ടെലിവിഷൻ, ബൈ. വേണ്ട, എനിക്കിപ്പോൾ വേണം സാധനം. ഇപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞിട്ട് തരാം. Place. Place. Close. Place. ഈ സാധനം ഇവിടെ മര്യാദയ്ക്ക് വയ്ക്കട്ടെ.
അപ്പോൾ ഇന്നത്തെ ദിവസം കഴിഞ്ഞു. ഇപ്പോൾ ഇന്നത്തെ ദിവസത്തെ സമ്മറി നോക്കാം. നമുക്ക് ഇന്ന് ടോട്ടൽ സ്പെൻഡിങ് ആയത് 1223 രൂപയാണ്. അതിൻ്റെ കൂടെ തന്നെ യെസ്റ്റർഡേയ്സ് ബാലൻസ് നമുക്കുണ്ടായിരുന്നത് 897 രൂപയുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ അടുത്ത് ബാക്കി ആകെയുള്ളത് 27 രൂപയാണ്. പക്ഷേ ഇവിടെ 66.60 കൊടുത്തിട്ടുണ്ടല്ലോ. ഇന്നത്തെ ആകെ നമുക്ക് പൈസ ഇട്ടിരിക്കുന്നത് 392 അപ്പോൾ നമുക്ക് ഇന്നത്തെ പ്രോഫിറ്റിനേക്കാളും കൂടുതൽ കിട്ടിയിട്ടുള്ളത് ലോസ് ആണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയെങ്കിലും അടുത്ത ദിവസം കൂട്ടണം. അപ്പോൾ ഇന്ന് അടുത്ത ദിവസമായി. അയാൾ വന്നിട്ടുണ്ടായിരുന്നില്ല, ഞാൻ മറന്നുപോയി അയാൾക്ക് ഇത് കൊടുക്കാൻ. എന്തായിരുന്നു ചോപ്പിക് സീരിയൽസ്. എൻ്റെ കയ്യിൽ പൈസ ഇല്ല. എൻ്റെ കയ്യിൽ പൈസ ഇല്ല. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഇനി എന്ത് ചെയ്യാ? പൈസ വരട്ടെ ചേട്ടാ. ഈ മനുഷ്യർ അവരുടെ സാധനം കൊണ്ട് ഇവിടെ ഇട്ടാൽ എങ്ങനെ മനസ്സിലാവുക? വിഡ്രോ ചെയ്യണം എനിക്ക് ഇതിനകത്തുനിന്ന്. വിഡ്രോ എത്ര രൂപ എടുക്കും? ഒരു 10 രൂപയും കൂടി എടുക്കാം. ഒരു 10 രൂപയും കൂടി എടുത്തിട്ടുണ്ട്. ഇതിനകത്തുനിന്ന് ഇനി സാധനം വാങ്ങിക്കാമല്ലോ. ഏഴെണ്ണമാണ് നമുക്ക് വേണ്ടത്. ഇതിനകത്ത് നമുക്ക് ഒരു കുറച്ച് പൈസ ഇടാം. ബ്ലാക്ക് ടീ പാലസ് എത്ര എണ്ണം വേണ്ടേ? 14 എണ്ണം. അടുത്തത് 8 മുട്ട. മുട്ട ഒന്നുമില്ല എൻ്റെ അടുത്ത്. അല്ല, മുട്ടേൻ്റെ കൂടെ തന്നെ എന്തെങ്കിലും വേണ്ടേ സാധനം. ഓക്കെ, മുട്ട. അല്ല, മുട്ട ഇവിടെ ഫ്രിഡ്ജും കൊടുത്തിരുന്നല്ലോ ഞാൻ. അയ്യോ, 117 രൂപയൊന്നും നടക്കില്ല. അപ്പം ഇങ്ങനെ വാങ്ങിക്കാം. ഓക്കെ, അപ്പം നമ്മുടെ ഇവിടെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. ഇനിയിപ്പോൾ ഈ സാധനം വരണം. അപ്പോൾ ഇത്രേ ഉള്ളൂ എൻ്റെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.